ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ അച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ. അവിടെ ഞാൻ PT എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇന്നൊരു പുതിയ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. ഗവൺമെൻറ് സ്കൂളിൽ അധികമൊന്നും കണ്ടുവന്നിട്ടില്ല. ഇനിയൊരു പക്ഷേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഒരു പരിസരത്തായിട്ടൊന്നും ഇങ്ങനൊരു ക്ലാസ് കേട്ടിട്ടില്ല കേട്ടോ. CBSE സ്കൂളിലെ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പീക്കിംഗ് സ്കില്ല് നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ PT എക്സിക്യൂട്ടീവ് എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് നാളായിട്ടുണ്ട് ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു. അപ്പം ഇന്നാണ് അത് സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഒരുപാട് പാരൻസ് പിള്ളേരെയും കൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു പാരൻസ്. ഇന്ന് വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പിള്ളേരെ കൊണ്ടുവന്നാക്കി ഇവർക്ക് അഡ്മിഷൻ എടുത്ത് ഇവരെ ക്ലാസ് കഴിയുന്നത് വരെയൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ PTA പ്രസിഡന്റ് ജംഷീർ അലി. ആൾ അത്യാവശ്യം ഇതിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കൂളിലെ മാനേജർ പ്രധാൻ സാർ. നമ്മൾ എന്ത് പറഞ്ഞാലും കട്ടയ്ക്കൊപ്പം നിൽക്കുന്നതാട്ടോ ആള്. പിന്നെ നമ്മുടെ സ്കൂളിലെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ഒരുപോലെയാണ്. നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആട്ടോ നമ്മൾ ഈ ഒരു PTA-കാരായാലും പാരൻസിനായാലും കാണുന്നത്. അത് ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെ പറയാം നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ. അപ്പം അങ്ങനെ പിള്ളേരെല്ലാവരും അഡ്മിഷൻ എടുക്കാനൊക്കെ ഉള്ള ഓട്ടം പാച്ചലിലാണ്. അച്ചുമോൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ചെറിയ നാണൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അവരുടെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ഒരു ക്ലാസ് എടുക്കാൻ വരുന്നത് ചാവക്കാട് ഇംഗ്ലീഷ് അക്കാഡമിയിലെ സാറായിട്ടുള്ള കബീർ സാറാട്ടോ വരുന്നത്. ആൾ ഭയങ്കര അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവർക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് സാറ്റർഡേ തൊട്ടിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളതെല്ലാം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. Yes. Okay. Our spoken English class. English is not our mother tongue. Which one is our mother tongue? Malayalam. Malayalam. So it is very difficult to understand.
English. It is in today's English has become an essential language for education and communication and career opportunities. Our spoken English class helps to improve our English language skills. This class, starting under the leadership of our PTA. All of you are welcome to our class, this spoken English class. Let's meet once again. All are welcome to this class or spoken English class. എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും വന്നത് ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാനാണ്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല, കാരണം നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. നമ്മൾ ജനിച്ചു വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ ഭാഷ ഔദ്യോഗിക ഭാഷ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അല്ല കൂടുതൽ വഴങ്ങുന്ന, നമുക്ക് നാവിൽ വഴങ്ങുന്ന ഭാഷ ഏതാണ്? മലയാളം. അതിലൊരു തെറ്റുമില്ല. നമ്മൾ എന്താ പറയാ, നമ്മൾ മലയാളത്തിൽ ജനിച്ച് മലയാളം സംസാരിക്കുന്നതാണ് നമ്മുടെ അഭിമാനം എന്നാണ് നമ്മുടെ കവികൾ വളർത്തോളൊക്കെ പാടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒട്ടും എനിക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷമമില്ല. പക്ഷെ നിങ്ങളൊന്നുകൂടി എന്താ പറയാ, നല്ല രീതിയിൽ നമുക്ക് പുറത്തുള്ള ജോലിക്കും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മേഖലകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നുകൂടി കൂടുതൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനും സംസാരിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഈ ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ ക്ലാസ് സംഘടിപ്പിച്ചതിന് നേതൃത്വം ആർക്കാണ്? നമ്മുടെ PTA-ക്കാണ്. PTA-ക്കുള്ള അനുമോദനങ്ങൾ ഈ വേദിയിൽ അറിയിക്കാണ്. കൂടാതെ ഇന്ന് വന്നു ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ ചേർന്ന രക്ഷിതാക്കൾ പഠിക്കാനായിട്ട് വരുന്നതാരാണ്? നമ്മുടെ മക്കളാണ്, നമ്മുടെ വിദ്യാലയത്തിലെ മക്കളാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട നല്ല എന്താ പറയാ സംസാരിക്കാനും ഭാഷ കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാനും ഒക്കെയുള്ള ശേഷി നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കബീർ സാറിനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ പലരും സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടു. എന്തായാലും അറിയാത്തവർക്കും അറിഞ്ഞവർക്കും സാർ നല്ല രീതിയിൽ നിങ്ങളുടെ ക്ലാസ് നയിക്കുന്നതാണ്. എല്ലാവർക്കും കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തണം. കണ്ടില്ല, സാറ് കണ്ടു. നമ്മുടെ PTA പ്രസിഡന്റിന്റെ നമ്മുടെ അസീസ് അവർ, അയ്യൂബ് ഖാനിന്റെ, പിന്നെ ഇവിടെ വന്നു ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടി, പിന്നെ എന്റെ മക്കളെ ഞാൻ രക്ഷിതാക്കളായില്ലേ, ഞങ്ങളെന്തോ അല്ലേ, എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകർ, നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഇംഗ്ലീഷ് അക്കാദമിയുടെ മാനേജിംഗ് ചെയർമാൻ KP സാർ അവർ, സ്നേഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ ക്ലാസ്സിന്റെ അടിസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മക്കൾ നമ്മൾ 2 വർഷം, ഏകദേശം 2-3 വർഷത്തോളായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങണമെന്ന് ആലോചന വിജയിക്കുന്നുണ്ടായിരുന്നു. മറ്റു പല പദ്ധതികളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പദ്ധതി, അതിന്റെ ഉദ്ദേശം നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മറ്റ് ജ്യേഷ്ഠന്മാരുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബാദികളായിട്ട് മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് അത് അവിടുത്തെ പ്രാധാന്യം മാത്രമല്ല, ലോകത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനം വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു ഭാഷ ഉപയോഗിക്കണമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ കളിയല്ല, ഇംഗ്ലീഷ് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ അത് കൈകാര്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു പദ്ധതി ഉണ്ടാക്കിയത്. തീർച്ചയായും നമ്മുടെ മക്കള്, സ്കൂളിലെ മക്കള് മറ്റെല്ലാ മേഖലകളിലും കഴിയിട്ടുള്ള മക്കളാണ്. കലാപരമായി, കായികപരമായിട്ടൊക്കെ നമ്മുടെ യുവജനോത്സവങ്ങളിലും കലോത്സവങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച മക്കളാണ് ഈ
ഈ ഒരു വിഷയത്തിലും നല്ലൊരു കഴിവ് അവരെ കഴിക്കും. നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷക്കൊട്ട് തന്നെ നമ്മുടെ മക്കൾ ഈ ഒരു ഒഴുക്കോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറെ മക്കൾ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും തരുന്നതിനോടൊപ്പം ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച രക്ഷിതാക്കൾ വളരെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക്. ഇനിയും ഒരുപാട് കുട്ടികൾ വരാനുണ്ട്. രക്ഷിതാക്കളെ വിളിച്ചിരുന്ന കുട്ടികൾ അവരെ വിളിച്ചിരുന്നു. ഇന്ന് വരാൻ പറ്റാത്ത കുട്ടികളുണ്ട്. തീർച്ചയായും വലിയ ഒരു രീതിയിൽ തന്നെ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ പിള്ളേര് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പ്ലസ് 1 തരുമ്പോൾ ആകാരം തട്ടിപ്പേടി ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇതൊന്നും മാത്രമല്ല, നമ്മുടെ സഹോദരന്മാരെ തൊട്ടടുത്തുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം മറ്റുള്ള അക്കാദമികളെ പഠിക്കുമ്പോൾ ലക്ഷങ്ങളും 10,000ങ്ങളും ചെറുപ്പായിട്ടാണ് പഠിക്കുന്നത്. അതിനേക്കാൾ കഴിവുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നത്. എല്ലാവർക്കും നല്ല വേർഡ്സ് മൈൻഡിലുണ്ടാവും. അതൊക്കെ റിലീസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കുറേയൊക്കെ വിദ്യാർത്ഥികൾക്ക്. അപ്പൊ ആ മറഞ്ഞിരിക്കുന്ന വേർഡ്സുകൾ നിറഞ്ഞ സദസ്സാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ രക്ഷിതാക്കളുടെ സ്ഫുടതകളുമ്പോൾ ഇത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ആ മുഖഘടനാണ്. അതുപോലെ തന്നെ ഈ ഫീസൊക്കെ ഒരു ഐസ്ക്രീമിന്റെ ഫീസ് പോലും നമുക്ക് മന്തിലാവുന്നില്ല. അപ്പോ ഇത് എത്രത്തോളം നമ്മൾ മുന്നോട്ട് വരുന്നത് അത്രത്തോളം നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷ് പ്രാബല്യം. ഈ ലാംഗ്വേജ് ഒരു കോളേജിലോ സ്കൂളിലോ പോയി പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു ഭാഷ പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമില്ല. അത് നമ്മളെ സ്കില്ലാണ്. നമ്മൾ ഏത് ഭാഷ നമ്മളിലേക്ക് വന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഭാഷ നമ്മളിലേക്ക് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കളാണ്. ഇതിലൂടെ PTA കമ്മിറ്റി സംഘടിപ്പിച്ച സംഭവമാണ്. PTA കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും PTA അതിൽ കുറച്ച് പ്രതിനിധികൾ അവർക്ക് വല്ല പ്രാധാന്യം തന്നെ എല്ലാവരും സമമാണ്. അപ്പൊ എല്ലാ രക്ഷിതാക്കളും അവരും ക്ലാസ്സുകളിൽ സജീവമായി കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള പ്രവണത ഉണ്ടാവണം. സംഘടിപ്പിച്ച PTA കമ്മിറ്റിക്കും ഇതിന് സപ്പോർട്ട് ചെയ്ത രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രധാന അധ്യാപിക ടീച്ചർക്കും നമ്മുടെ ചീഫ് ഗസ്റ്റ് IOTനും നമ്മുടെ ഇംഗ്ലീഷ് അക്കാദമിയുടെ പ്രൊഫസറായ സാറിനും അതുപോലെ സ്കൂൾ മേഖലയും എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ടീച്ചർ അടിപൊളി ഇംഗ്ലീഷ് ആണ് ഞാനിങ്ങനെ വന്നത്. ടീച്ചർ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടെന്ന് ആലോചിച്ചു. ഞാൻ നല്ലൊരു തുടക്കം ടീച്ചർ തന്നു. എന്റെ കഴിവ് കൈമുഖാമോ എനിക്ക് പറ്റിച്ചുണ്ട്. ലതീവുണ്ട്, ഐശ്വര്യുണ്ട്, എനിക്ക് പരിചയം അവർക്ക് തന്നെ പരിചയം. അവർക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നെ കണ്ണൂർ കൈമുഖാമോ 2-3 പേര് കണ്ടിട്ടുണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇടയ്ക്കൊരു ബസ്സിൽ പോസ്റ്റിന്റെ അവിടെ ബസ് കയറി. ബസ്സിൽ സീറ്റ് ഇരുന്നു. അപ്പൊ എന്റെ അടുത്തൊരു പയ്യൻ വന്നില്ല. അവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ എങ്ങട്ടാ പോണം? ഞാൻ പറഞ്ഞു ഞാൻ ചാവക്കാട് പോകാം. അവൻ എന്നോട് കയറി പരിചയപ്പെടുക. ഞാൻ പറഞ്ഞു ചാവക്കാട് പോകാൻ. അപ്പൊ ഞാൻ അവനെ പരിചയപ്പെട്ടു. പോലെ നീ എവിടെ പോകണം? അവൻ സ്കൂളിൽ പോവാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഒരു സ്കൂളിലെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? വളരെ സ്ലോലി ചോദിച്ചു, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അവരൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല. ശരിക്കും അവൻ പഠിക്കുന്നത് നമ്മുടെ പരിസരത്തെ പ്രമുഖമായിട്ടുള്ള CBSE സ്കൂളിലാണ്. LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന 12 വർഷങ്ങളിൽ പഠിച്ചിട്ടായിരിക്കും. ആ കുട്ടിയോട്
കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴുണ്ടായ റെസ്പോൺസ് ആണ് അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇതുപോലെ ഈ 12 വർഷമല്ലേ പഠിക്കുന്നത്, ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്, ചുരുങ്ങിയതൊരു ഒരു വർഷം ഒരു 50,000 രൂപയ്ക്ക് ഒരു കുട്ടിക്ക് പഠിക്കാനാണ്. 12 വർഷം പഠിക്കുമ്പോൾ ഒരു 6 മിനിമം ബാലൻസ് ചെലവാക്കിയിട്ടായിരിക്കും. ഇതിനൊക്കെ എന്താ ഇംഗ്ലീഷ് പറയാൻ പറ്റാത്ത ചോദിച്ചു. അപ്പൊ അത് പറയണോട് ചേട്ടാ ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ്. അപ്പൊ കുറച്ച് ആലോചന പറഞ്ഞു യെസ്. ഇതാണ് സാധാരണഗതിയിൽ ICSE CBSE സ്കൂളുകളിൽ വൻ തുക കൊടുത്ത് പോകുന്ന പല കുട്ടികളുടെ അവസ്ഥ. എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞിട്ടില്ല, പല കുട്ടികളുടെ അവസ്ഥ. നമ്മൾ ഇംഗ്ലീഷ് അക്കാഡമി ചാവക്കാട് 25 വർഷം കഴിഞ്ഞു, 25 years. ഞാൻ പഠിപ്പിക്കുന്ന ഇത്രയും വർഷമായിട്ട് വരുന്ന കുട്ടികളിലെ എല്ലാ കുട്ടികളും ഉണ്ട്. അതേസമയം ആർക്കെങ്കിലും കഴിയുമോ നിർബന്ധമൊന്നും വേണ്ട, രക്ഷിതാക്കൾക്ക് ചാൻസ് രക്ഷിതാക്കൾക്ക് ചാൻസ് വരുന്നത്, പാട്ട് പാടാൻ ഡാൻസിനൊക്കെ ചാൻസ് വരുന്നത് രക്ഷിതാക്കൾ അത് നന്നായി ഇവിടെ വന്നിട്ട് സെൽഫ് ഇൻട്രഡക്ഷൻ പറയും. പെട്ടെന്ന് കൈവക്കണം, ഒരാൾക്ക് ചാൻസ് ഉള്ളൂ, പെട്ടെന്ന് കൈവക്കണം, പെട്ടെന്ന് കൈവക്കണം, കൈവക്കിയാണ് വേണ്ടത്. ഒരു വശം സെൽഫ് ഇൻട്രഡക്ഷൻ ഗ്രാമർ നോക്കില്ല, മിസ്റ്റേക്ക് നോക്കില്ല, ഒന്ന് പറഞ്ഞാൽ മതി. ഇത്ര ആളുകൾ പറയാനുള്ള പേരാണ് കോൺഫിഡൻസ്. My father name is Hamza. My mother name is Sharifa. I am studying in 5th standard. Dilu. My name is Mohammed Safa. I am going to Tiratra. I am studying in 7th standard. My father name is Mansur Ali. My mother name is Tamsina. ഇനി
come forward and just introduce yourself. രക്ഷിതാവിന് ഞാനൊരു സമ്മാനം തരാൻ പോകുന്നത്. രക്ഷിതാവിന് സമ്മാനം തരാനുള്ളത് പേരൻസിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് നമുക്ക് ഇവർക്ക് പറഞ്ഞ ശരിയല്ലേ? ഓക്കെ, പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ഒരു കൈയടി. അതിന്റെ വീട് കല്യാണം കഴിച്ചുകൊണ്ടത് അമൃത ഹിന്ദിയിൽ ഹലോ ഞാൻ ഹലോനെ പറയണം. ഹലോ അമൃത കേട്ടോ, ചേച്ചിയുടെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് വീട് ഹിന്ദിയിലും ഹിന്ദി പഠിച്ച് ഹിന്ദി ഒക്കെ നന്നായി പഠിച്ചു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തിരുവനന്തപുരം പഴയ അടുത്തിന്റെ ഒരാഴ്ച ഒരാഴ്ച ഒരു സമ്മർദ്ദം വീടിന്റെ മുന്നിൽ വന്നിട്ട് ഇപ്പോൾ സമ്മർദ്ദം ബന്ധുക്കൾ ആരെങ്കിലും കൈവക്കണം, അമൃതം മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിലും കൈവക്കണം. അറിയാം അറിയില്ല. ഓക്കെ ഓക്കെ ശരി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു അമൃത വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ഉമ്മ പറഞ്ഞു അവരുടെ അവിടെ മണ്ണ് കിടന്നിട്ട് അതവിടെ മാറ്റിയിടാൻ പറയാം. കാരണം അവരുടെ ഹിന്ദിയിൽ ഫുൾ മാർക്കാണല്ലോ, അവരുടെ ഹിന്ദിയിൽ ഫുൾ മാർക്കാണല്ലോ, ഹിന്ദിയിൽ പുലിയാണല്ലോ, ഹിന്ദിയിൽ കീഴുവാണല്ലോ, ഹിന്ദിയിൽ പൊളിയാണല്ലോ, അതൊക്കെ മാറ്റാൻ പറയാം. അപ്പൊ അവരുടെ പറഞ്ഞു മാറ്റാൻ നന്നായിട്ട് അറിയാം. അമൃത പറഞ്ഞു വെട്ടി മട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് ബംഗാളി അമ്മായിമയെ നോക്കുന്നു, അമൃതനെ നോക്കുന്നു. വെട്ടി കിട്ടിയത് മാത്രം പറയാനുള്ളൂ. ബംഗാളി മാറി മാറി അമ്മായിമനെ അമൃതനെ മാറി മാറി മതി. കുറച്ച് ബംഗാളി ഭാഷ ഇവിടെ ഉദ്ഘാടകർ പറഞ്ഞു ഭാഷ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് മാത്രമല്ല, ഭാഷ സ്കൂളിൽ കോളേജിലും മാത്രം പഠിക്കേണ്ടതല്ല. ഇത് നമുക്ക് വീട്ടിലും നാട്ടിലൊക്കെ പറയാവുന്നതാണ് ഭാഷ. ഇവിടെ ഇരിക്കുന്ന ആളുകളോടും PhD ആൾക്കാരെന്നല്ല, ഇവർ 4 പേരും നന്നായി ഇംഗ്ലീഷ് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ 3 ആളും എന്റെ സ്റ്റുഡൻസ് ആണ്. ഇവർ 3 ആളും നമ്മുടെ സ്റ്റുഡൻസ് അപ്പോ ഇന്ന് വന്ന രക്ഷിതാവ് മാത്രം രക്ഷിതാവേ ഇന്ന് വന്ന രക്ഷിതാവ് ഇന്ന് മുതൽ നിങ്ങളുടെ മക്കൾ എന്താണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ടീച്ചറും ഈ പ്രസിഡന്റും മാത്രം സംസാരിച്ചമാരായി ഇന്ന് മുതൽ നിങ്ങളൊക്കെ കുട്ടികളോട് 3 ഇംഗ്ലീഷോ ഫ്ലുവന്റ് ഇംഗ്ലീഷോ പറയാം. ആരുപടി ടിവിയിൽ കണ്ടതാണ്. നടിയുടെ പേര് ഉർവശിനാണ്. മനസ്സിലായിട്ടോ? അച്യുവിന്റെ അമ്മ വെരി ഗുഡ്. എന്തൊരു ജനമാണ്. വെരി ഗുഡ്. അച്യുവിന്റെ
അഞ്ചുവിറ്റമ്മ മകളോട് പറയണേ, മോളെ അമ്മക്ക് ഇന്ന് 10 ലക്ഷത്തിന്റെ ഒരു പോളിസി നഷ്ടമായി. എത്ര ലക്ഷത്തിന്റെ? 10 ലക്ഷത്തിന്റെ പോളിസി നഷ്ടമായി. കാരണം ഒരു കേരള കുറിപ്പാണ്, അയാൾ കുറിപ്പാണ്, മുടിന്റെ ഇംഗ്ലീഷാണ്, മലയാളം വരെ ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടെ? ഓക്കെ. സോ ഫ്രം ദിസ് മിനിറ്റ്, ഫ്രം ദിസ് ടൈം യു ആർ switching to English. You are ready? Are you ready? Sure? From this minute, from this time, we'll be speaking only English. So, to start with, let me ask you a few questions. Anyone can answer. Anyone can answer. So, the first question is, how many alphabets are there in English? 24. How many alphabets are there in English? 26. 26. You said 26. Any different opinion? Any different opinion? No. Parents, what do you think? There are they say 26 alphabets in English language. Any different opinion, parents? Degree kadiyata parents ne koi hogamo. Degree kadiyata parents ne hogamo. Degree kadiyata. Okay. +2 kadiyata parents ne hogamo. +2 kadiyata nanu malayathil parayam. +2 kadiyata unda. Alla degree kadiyata +2 kadiyata. Illa. +2 kadiyata. Ningal ഭാരവാഹികളാണ്. ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ എന്നുള്ള കൂടുതൽ വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞാൽ ഒന്ന് ഡിഗ്രി കഴിഞ്ഞാൽ ഒന്ന് നല്ല കേട്ടോ, നല്ല കേട്ടോ, നല്ല കേട്ടോ, നല്ല കേട്ടോ. നിങ്ങൾ പരിശോധിച്ചോളൂ. കൈ പോക്കണം. കൈ കാണാൻ കാണിച്ചു അമ്മമാരെ കൈ പൊക്കി കാണിക്കണം. കൈ പൊക്കി കാണിച്ചോളൂ. I love English. Come on. English. ഞാനിനി ഡയലോഗ് പറഞ്ഞ് നിങ്ങളെ രക്ഷിക്കാനുണ്ട്. Are you ready? Yes. Are you ready? English is easy. എല്ലാവരും വിളിക്കണം. English is easy. English. സൗണ്ട് മാത്രം പറഞ്ഞോളൂ. നിങ്ങൾ ലവ് വിജയിക്കാത്തത് നിങ്ങളെ കറക്റ്റ് ആയിട്ടില്ല. I love English. ഇവിടെ കാണിച്ചാൽ ഉറക്കം തോന്നുന്നു. You sleepy? നിങ്ങളെ കാണാനുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ ആവശ്യം. ഓക്കെ. I love English. അവിടുന്ന് കൈ പോകില്ല. I love English. Once again, I love English. I can speak English. ഞാൻ മൊത്തത്തിൽ കാണണം. പക്കാവണം. പെർഫെക്റ്റ് ആവണം. റെഡി അല്ലേ? അമ്മ കളിക്കണം. English is easy. English is easy. I love English. I can speak English. Very good. നിങ്ങൾക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. കുട്ടികൾ നമ്മൾ ആക്ടിവിറ്റീസിലൂടെ, ഗെയിംസിലൂടെ, ഫണ്ടിലൂടെ ഭാഷ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ രക്ഷിതാവ് കുട്ടികളുടെ എല്ലാ ശനിയാഴ്ചയും ഇവിടെ എത്തുമെന്നും ഉറപ്പ് വരുത്താം. റെഡിയല്ലേ? ഓക്കെ. ഇനി ഒരു 2-3 കാര്യം രക്ഷിതാക്കളെ ശ്രദ്ധയിൽ പഠിക്കണം. നമ്മുടെ ക്ലാസ് എല്ലാ ശനിയാഴ്ചയും മാഷ് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യണം. ഇനിയുള്ള നെക്സ്റ്റ് വീക്കില് ഇതിനെ
രജിസ്റ്ററിന്റെ എണ്ണം നോക്കിയിട്ട് ഒരു 3 ബാച്ചാക്കി മാറ്റി. കുറച്ചുകൂടി കുട്ടികൾ വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബാച്ച് 10:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുമ്പായിട്ട് 10:30 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് 10:30 ഒരു മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ ഒരു 11:30 ക്ലാസ് അവസാനിക്കും. ശേഷം ഉടനെ അടുത്ത ബാച്ച്. അങ്ങനെ മിക്കവാറും 3 ബാച്ച്, എന്തായാലും 1:30 ആകുമ്പോഴേക്ക് നമ്മുടെ ക്ലാസ് അവസാനിക്കും. 3 ബാച്ച് അവസാനിക്കും മിക്കവാറും. അപ്പൊ 10:30 ബാച്ചിനാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ 11:30 കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചെത്തും. പിന്നെ രണ്ടാമത്തെ ബാച്ചിൽ കുട്ടികൾ ഇരിക്കണം. രണ്ടാമത്തെ ബാച്ചിന് വേറെ ബാച്ച് ആയിട്ട് വരുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ശനിയാഴ്ച കല്യാണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10:30 ബാച്ചിന് പറഞ്ഞാൽ 11:30 വീട്ടിലെത്തിയ കല്യാണത്തിന് പോവാം. ഈ കല്യാണം ഇല്ലാത്തവരാണെങ്കിൽ 11:30 അങ്ങനെയല്ല, ക്ലാസ് വൈസ് ഡിവൈസ് ചെയ്തിട്ടൂടെ? നമുക്ക് ഇത് ക്ലാസ് വൈസ് അല്ല, അത് സ്പോക്കന്റെ ഒറ്റ ക്ലാസ് ആയതുകൊണ്ട് അത് 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്. അത് ഫസ്റ്റ് ബാച്ചിൽ 10:30 തൊട്ട് 12:30 വരെയുള്ള ബാച്ചിലെ മിക്സ് ചെയ്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഇത് സ്പോക്കൺ ക്ലാസ് ആണ്. അപ്പൊ സൗകര്യത്തിനാണ് നമ്മൾ 3 ബാച്ച് ആക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും ഒറ്റ ബാച്ചിൽ തന്നെ വരരുത്. അത് ഏകദേശം ടീച്ചേഴ്സിനോട് അവര് മെസ്സേജ് കൊടുക്കണം. എല്ലാ കുട്ടികൾ 10:30 ബാച്ചിലാണ് വരികയെന്നുള്ളത് ഒരാഴ്ച മുമ്പ് മെസ്സേജ് കൊടുക്കണം. കാരണം ഒറ്റ ബാച്ചിന് എല്ലാ കുട്ടികളും വന്നിരുന്നാൽ അടുത്ത ബാച്ചിന് ആളുണ്ടാവില്ല. കാരണം എല്ലാവർക്കും ബാച്ചിൽ കല്യാണം ഉള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ 3 ബാച്ച് ആക്കിയിട്ടാവും മിക്കവാറും ക്ലാസ് നമുക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും രക്ഷിതാക്കളുടെ പരിപൂർണമായ പരിപാടിയിട്ടാണ്. സ്കൂളിന് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇത്തരം കാര്യങ്ങൾ PTA-യുടെ ഒരു ഉത്തരവാദിത്തത്തിലാണ് കരുതുന്നത്. എല്ലാ ഉത്തരവാദിത്ത ടീച്ചേഴ്സിനും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ രക്ഷിതാക്കളാണ് അതിന് കൂടുതൽ പ്രയത്നിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സ്കൂളിൽ കൊണ്ട് ന്യൂനതകളും മറ്റു കാര്യങ്ങളും വന്നാൽ സ്കൂളിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ PTA മെമ്പർമാര് ഒരേ ക്ലാസ്സിലും PTA മെമ്പർമാർ ഉണ്ടാവും. ഓരോ ചാർജ് ഉണ്ടാവും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾ ഇവിടെ വന്ന് 10:30 പറയുന്നുണ്ടെങ്കിൽ 11:30 കൂടെ ക്ലാസ് കഴിയും, 1 മണിക്കൂർ. അപ്പൊ അതിന് വീട്ടിലെത്താനുള്ള സമയം ഓരോ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ എത്തിയെന്നുള്ളത് ഉറപ്പ് വരും. പിന്നെ രണ്ടാമത്തെ ബാച്ചിനാണ് പറയുന്നെങ്കിൽ ഇവിടുന്ന് വിട്ടതിന് ശേഷമുള്ള സമയം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തുക. കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം പരിപൂർണ്ണമായിട്ട് അത് രക്ഷിതാക്കൾക്കാണ്. ഈ ഒരു വിഷയമാണ് പറയാനുള്ളത്. മൊത്തത്തില് കുറെ രക്ഷിതാക്കൾ വന്ന് പോയവരുണ്ട്. അവരോട് നിങ്ങൾ ഷെയർ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് മെസ്സേജുകൾ ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ അടക്കൊരു ഉദാഹരണം ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത സാറ്റർഡേ നമുക്ക് ഫസ്റ്റ് ബാച്ച് 10:30 തുടങ്ങാം. ബാച്ച് ഉച്ചയ്ക്ക് 1:30 കൂടി 3 ബാച്ചുകൾ അവസാനിക്കുന്ന രീതിയിലായിരിക്കും. അപ്പൊ ടീച്ചേഴ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാച്ചിന്റെ ഒരു സൗകര്യം നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 ക്ലാസ് ആകുമ്പോൾ കുറച്ച് നല്ല 4-ൽ താഴെയുള്ള കുട്ടികൾ വേണ്ട. തൽക്കാലം നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് മിക്സ് ആക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. 4ാം ക്ലാസ്സിലെ കുട്ടിയും 7ാം ക്ലാസ്സിലെ കുട്ടിയും സ്പോക്കൺ ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. സ്കൂളിലെ ഗ്രാമർ എല്ലാം പഠിപ്പിക്കുക, സ്പീക്കിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ആ വിഷയമല്ല. അപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ 10ാം ബാച്ചിലൊക്കെ ശരിയാവില്ല. അടുത്ത ബാച്ചിലൊക്കെ ആളുകൾ വേണം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി അത്യാവശ്യ ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ ചില ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ വരാവുന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാം. എന്തായാലും ടീച്ചേഴ്സായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യാം. ഇനി നമുക്ക് അവസാനിപ്പിക്കണം. പേരൻസിന്റെ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. എനി ഡൗട്ട്സ്, സംശയം ന്യായമായി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കേണ്ട സമയമാണ്. നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. എനി ഡൗട്ട്സ്? എല്ലാം ക്ലിയർ ആണ്? എല്ലാം ക്ലിയർ ആണ്. ഒരു നോട്ട്ബുക്ക്, ഒരു പെന്ന്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളൊരു പ്രിന്റഡ് നോട്ടിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് അതിന് എക്സ്പെൻസ്, ഒരു ചെറിയ എക്സ്പെൻസീവ് ബുക്കിന്റെ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അത് ആവാം. അപ്പൊ ഒരു പ്രിന്റഡ് നോട്ട് ടെക്സ്റ്റ് സാധനം ചെയ്യാവുന്ന വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും പറയുന്നത് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ ഓഡിയൻസ്, കം ഓൺ. Wonderful thanks. Mother painting signature, word of thanks. എല്ലാവർക്കും നമസ്കാരം. ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ പേരൻസിനും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും.